കേരള യൂണിവേഴ്സിറ്റിയിൽ സംഘർഷം. SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കൗൺസിൽ സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷം. കാരണമില്ലാതെ SFIക്കാർ മർദ്ദിച്ചു എന്നാണ് KSU പ്രവർത്തകരുടെ ആരോപണം. സെനറ്റ് തിരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിൽ KSU SFI സംഘർഷം. KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറടക്കം 4 പേർക്ക് മർദ്ദനമേറ്റതായി പരാതി. ഇവിടെ KSUക്കാർ ആക്രമണത്തിന് ഇരയാകുമെന്ന പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും യാതൊരു തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇവരെ മർദ്ദിക്കുന്ന കണ്ട് തടയാൻ ചെന്ന ജില്ലാ പ്രസിഡന്റായിട്ടുള്ള എന്നെ മർദ്ദിക്കുക. അപ്പോൾ പോലീസ് കാഴ്ചക്കാരായിട്ട് നമുക്കറിയാം, നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഇവിടെയുള്ള പ്രവർത്തകരെക്കാൾ 3 ഇരട്ടി പോലീസ് സംവിധാനം ഇന്ന് ഈ സർവകലാശാല വളപ്പിലും പുറത്തുമുണ്ട്. ഇവരൊന്നും നോക്കി നിൽക്കുന്നതല്ലാതെ യാതൊരു തരത്തിലും ഈ ഗുണ്ടകൾക്കെതിരായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കൗൺസിൽ സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷം തുടങ്ങിയത്. പോലീസ് എത്തി KSU പ്രവർത്തകരെ ഗേറ്റിന് പുറത്തേക്ക് മാറ്റി. പിന്നീട് വീണ്ടും അകത്തേക്ക് കയറാൻ ശ്രമിച്ചതോടെ SFI പ്രവർത്തകരും ഇരച്ചെത്തി. പോലീസ് ഇടപെട്ട് ഇരുഭാഗത്തേക്കുമായി പ്രവർത്തകരെ മാറ്റി. 10-ാം തീയതിയാണ് യൂണിവേഴ്സിറ്റി യൂണിയനിലേക്കും സെനറ്റിലേക്കും തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ സെനറ്റിലേക്കുള്ള വോട്ടെണ്ണൽ സംഘർഷത്തിലാണ് അവസാനിച്ചത്. ആ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്താണ് കോടതി മേൽനോട്ടത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനം, തിരുവനന്തപുരം.